കുല്ലു ഇനാഇൻ ത്വാഹിരിൻ. പിന്നെന്താ പറയേണ്ടത് ശരിക്ക്? യുബാഹു എന്നാ അടുത്ത വാക്ക്. കുല്ലു ഇനാഇൻ ത്വാഹിരിൻ യുബാഹു. ത്വാഹിറായ എല്ലാ പാത്രങ്ങളും ഹലാലാകും. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സംശയം ഉണ്ടാകും, അത് കുറച്ച് ഭയങ്കര ചെലവുള്ള വലിയ ഐറ്റം പാത്രമാണെങ്കിലോ. അപ്പൊ ഞാൻ ചോദിക്കാൻ നിൽക്കണ്ട, അതിന് മുമ്പന്നെ എന്ത് പറഞ്ഞു? വലൗസമീനൻ, അതെത്ര വില കൂടിയതാണെങ്കിലും ശരി യുബാഹു, അത് ഹലാലാകും. കുല്ലു ഇനാഇൻ ത്വാഹിരിൻ യുബാഹു എന്നർത്ഥം. കുല്ലു ഇനാഇൻ ത്വാഹിരിൻ യുബാഹു, ത്വാഹിറായ എല്ലാ പാത്രങ്ങളും യുബാഹു അനുവദനീയമാണ്. എന്തുകൊണ്ടായിരിക്കും അത്? ഹറാമെന്ന് പറയാൻ തെളിവില്ല. ഹറാമെന്ന് പറയാൻ തെളിവില്ലാത്ത കാലത്തോളം ഇതൊക്കെ ഹലാലാണ് എന്ന് കണക്കാക്കാം. അങ്ങനെ പാത്രങ്ങൾ, വസ്ത്രങ്ങൾ, ഭക്ഷണങ്ങൾ, പാനീയങ്ങൾ തുടങ്ങി മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഭൗതികമായി ഉപയോഗിക്കുന്ന എല്ലാ തരം വസ്തുക്കളുടെയും അസ്ല് ഹലാലാണ് എന്നാണ് നമ്മൾ പലപ്പോഴായിട്ട് ക്ലാസ് പറഞ്ഞതാണ്. ഇബാദാത്ത്, രണ്ടാമത് മുആമലാത്ത്. രണ്ട് പാർട്ട് ഉണ്ടാവുക, ഒന്ന് ഇബാദാത്ത്, മറ്റൊന്ന് മുആമലാത്ത്. ഇബാദാത്തിന്റെ അസ്ല് ഹറാം, മുആമലാത്തിന്റെ അസ്ല് ഹലാൽ. ഇസ്ലാമില് എല്ലാ കാര്യവും, ഒരു മനുഷ്യൻ ദുനിയാവിൽ ജീവിക്കുമ്പോൾ അവൻ ഇടപഴകുന്ന ഏതു കാര്യമെടുത്താലും രണ്ടാക്കി തിരിക്കാം. ഒന്ന് ഇബാദാത്ത്, നിസ്കരിക്കുക, നോമ്പൊഴിക്കുക, സക്കാത്ത് കൊടുക്കുക, ദിക്ർ ചെല്ലുക, സ്വലാത്ത് ചെല്ലുക, ദുആ ചെയ്യുക തുടങ്ങി ഈ വക അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴിയായി ചെയ്യുന്ന കാര്യങ്ങൾ, അള്ളാഹുവിലേക്ക് ഒരു അടിമയെ അടുപ്പിക്കുന്ന കാര്യങ്ങൾ, അതാണ് ഇബാദാത്ത്. മുആമലാത്ത്, അതല്ലാതെ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഒരു അടിമ ഇടപഴകുന്ന മറ്റു കാര്യങ്ങൾ, അത് മറ്റു മനുഷ്യന്മാരുമായിട്ടാവാം, സ്വന്തം വിഷയത്തിലാവാം, ഏത് കാര്യത്തിലുമാവാം. കച്ചവടങ്ങൾ മുആമലാത്താണ്. വായ്പ, കടം, അതൊക്കെ മുആമലാത്താണ്. വാടകയ്ക്കെടുക്കൽ മുആമലാത്താണ്. വീടുണ്ടാക്കൽ മുആമലാത്താണ്. കച്ചവടം ചെയ്യൽ മുആമലാത്താണ്. റോഡ് വെട്ടൽ മുആമലാത്താണ്. വസ്ത്രം ധരിക്കൽ മുആമലാത്താണ്. ഇങ്ങനെ അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും മുആമലാത്ത്, ഇടപാടുകൾ, ക്രയവിക്രയങ്ങൾ എന്ന് പറയാം. മറ്റേ ഇബാദാത്ത്, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. ഒരു അടിമയെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾക്കാണ് ഇബാദാത്ത് എന്ന് പറയുക. ഒരു അടിമക്ക് ഇവിടെ ജീവിക്കുമ്പോൾ സ്വാഭാവികമായി അവൻ ഇടപഴകുന്ന മറ്റു വ്യത്യസ്തമായ മേഖലകൾ, അതിനാണ് മുആമലാത്ത്. മുആമലാത്ത് എല്ലാം ഹലാലാണ്. ഇസ്ലാമിന്റെ നിയമപ്രകാരം മുആമലാത്തിന്റെ അസ്ല് ഹലാൽ. അവിടെ ഏത് വസ്ത്രം ധരിക്കാം, ഏത് വെള്ളം കുടിക്കാം, ഏത് ഭക്ഷണം കഴിക്കാം, ഏത് വാഹനത്തിലും യാത്ര ചെയ്യാം, ഏത് വീട്ടിലും താമസിക്കാം, ഏത് വഴിക്കും പോകാം. ഇതൊക്കെ എന്താണ്? മുആമലാത്താണ്. അതിനൊന്നും തെളിവ് ആവശ്യമില്ല. ഒരാൾ മറന്നു പോകുമ്പോൾ കാല് വെച്ചൊത്തി മുറിവായി, ഒരു കമ്മ്യൂണിസ്റ്റ് അപ്പെടുത്തുകയാണെങ്കിൽ എഴുതിയിട്ട് വെക്കും. ഇതിനെന്താ തെളിവ് ചോദിക്കാൻ ആവശ്യമില്ല. ഇതിൽ ഹദീസുണ്ടോ ആയത്തുണ്ടോ എന്ന് ചോദിക്കാൻ ആവശ്യമില്ല. അത് തെളിവ് വേണ്ട, കാരണം അത് മുആമലാത്താണ്. ഒരു ചെറിയ ഉദാഹരണം പറയുന്നുള്ളൂ. അപ്പം എന്ത് ഭക്ഷണം കഴിക്കാം മുആമലാത്ത്, ഏത് വെള്ളം കുടിക്കാം, ഏത് വസ്ത്രം ധരിക്കാം, അതൊക്കെ മുആമലാത്ത്. പാടില്ലെങ്കിൽ അത് പ്രത്യേകം പറയും. പാടില്ലെങ്കിൽ എടുത്തു പറയും. മദ്യം കഴിക്കാൻ പാടില്ല. എവിടുന്ന് കിട്ടിയത്? അത് ആയത്തിറക്കി. ആയത്തിറക്കണ മുമ്പ് മദ്യപിച്ചിരുന്നവര്. അപ്പൊ അന്നെന്താ തെളിവ്? തെളിവ് വേണ്ട, തെളിവ് വേണ്ട. എല്ലാം ഹലാലാണ്. പിന്നെ അല്ലാഹ് ആയത്തിറക്കി, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ വിരമിക്കാൻ തയ്യാറുണ്ടോ? അപ്പൊ പറഞ്ഞു ഇൻതഹൈനാ യാ റബ്ബനാ, നിർത്തി റബ്ബേ. അതാണ്. അപ്പൊ ഏതും ഭക്ഷിക്കാം, പാടില്ല എന്ന് പറയാത്ത കാലത്തോളം. അല്ലാഹ് പറഞ്ഞു ഖുൽ തആലൗ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും. തആലൗ വരൂ, അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും, റബ്ബ് ഹറാമാക്കിയത് ഞാൻ നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കാം. ഹറാമാക്കിയത് ഓതി കേൾപ്പിക്കാം. അല്ലാത്തതോ? അല്ലാത്തൊക്കെ ഹലാലാണ്. ഹറാമാക്കിയത് ഓതി കേൾപ്പിക്കാതാണ്. അപ്പൊ അല്ലാത്ത ഹറാമാക്കിയതിന്റെ അർത്ഥം പിന്നെ ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലെ മുഴുവൻ കാര്യങ്ങളും അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു. ഭൂമിയിലെ എല്ലാം മനുഷ്യർക്കുള്ളതാണ്. അതേപോലെ വൽ അർള വദഅഹാ ലിൽ അനാം, ഭൂമി അല്ലാഹു നിശ്ചയിച്ചു തന്നെ സൃഷ്ടികൾക്ക് വേണ്ടിയാണ്, മനുഷ്യർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് എല്ലാം ഉപയോഗിക്കാം, ഹലാലാണ്. തെളിവ് വേണ്ട. പാടില്ല ഒരുത്തം പറഞ്ഞാൽ അവനാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. ഒരാൾ ഒരു ഭക്ഷണം കഴിക്കുകയാണ്, അവിടുത്തെ നമ്മൾ ഈ ഭക്ഷണം കഴിക്കാൻ പാടില്ലല്ലോ, പാടില്ല എന്നാൽ തെളിവുണ്ട് ചോദിക്കാം. അപ്പോൾ അവൻ ചോദിക്കുക പാടുണ്ട്, തെളിവെന്താ?
അതിന് തെളിവ് ആവശ്യമില്ല. മുആമലാത്താണ്. ഇല്ലേ? അത് ഒരു പിന്നെ അങ്ങനെ പറയാൻ പറ്റില്ല. ജീവിതം മൊത്തം ഇബാദത്താണ് അങ്ങനെ മുത്തലക്കായിട്ടൊന്നും പറയാൻ പറ്റില്ല. അത് ഇബാദത്താക്കി മാറ്റാം എന്ന് പറ്റുള്ളൂ. അതിന് നിയ്യത്തനുസരിച്ച് കസ്തനുസരിച്ച് ഹലാലായ ഏത് കാര്യം ഒരു പക്ഷേ സൗദ്ദേശമായി ചെയ്യുമ്പോൾ ഇപ്പം ഹലാലിന് സ്വന്തം നിലയ്ക്ക് ഹുക്കുമില്ല, ശിക്ഷയുമില്ല, കൂലിയുമില്ല. എന്നാൽ ഹലാല് ഒരു പുണ്യകർമ്മത്തിന് നിമിത്തമായി മാറുകയാണെങ്കിൽ ആ നിലയ്ക്ക് കൂലി ഉണ്ടാവും. തെറ്റിന് നിമിത്തമായി മാറുകയാണെങ്കിൽ ആ നിലയ്ക്ക് അതിന് കുറ്റമുണ്ടാവും. അപ്പം നടന്നു പോകൽ എന്താ വിധി വെച്ചാൽ ഒന്നുമില്ല, ഹലാലാണ്. പള്ളിക്ക് അടുക്കുകയാണെങ്കിലോ ആ നടത്തത്തിന് കൂലി കിട്ടും. കള്ളുഷാപ്പിക്ക് അടുക്കുകയാണെങ്കിലോ ആ നടത്തത്തിന് കുറ്റം കിട്ടും. ഇപ്പം നടത്തത്തിന് കൂലി ഉണ്ടോ വെച്ചാലോ നടത്തം എന്ന നിലയ്ക്ക് കൂലിയുമില്ല, കുറ്റവുമില്ല. അതാണ് മൊത്തം മുആമലാത്തുകൾ. അത് മുഴുവൻ ഹലാലാണ്. അപ്പൊ പാത്രങ്ങളൊക്കെ ഹലാലാണ്. ആ ഹുക്കുമത് ആ അസ്ലാണ് ഇവിടെ പറഞ്ഞത്. കുല്ലു ഇനാഇൻ ത്വാഹിരിൻ യുബാഹു, എല്ലാ പാത്രങ്ങളും ഹലാലാണ്. തെളിവുണ്ടോ ചോദിക്കാൻ ആവശ്യമില്ല. തെളിവെന്താണ്? പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല, അതാ തെളിവ്. അപ്പൊ സ്വർണ്ണപാത്രം പറ്റുമോ? പറ്റൂല. എന്തുകൊണ്ട്? തെളിവുണ്ട്. സ്വർണ്ണപാത്രം പറ്റൂല, തെളിവ് വേറെ ഉണ്ട്. അതുകൊണ്ട് അത് പറ്റൂല. പട്ടുവസ്ത്രം ധരിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അത് പ്രത്യേകം പറഞ്ഞു, പട്ട് ധരിക്കാൻ പാടില്ല. അപ്പൊ പാടില്ലെങ്കിൽ പ്രത്യേകം പറയും. ഇബാദത്താണെങ്കിലോ തിരിച്ചാണ്. ഇബാദത്താണെങ്കിൽ അസ്ലു ഹറാം. ഇബാദത്തിന്റെ വിഷയത്തിൽ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അള്ളാഹും റസൂലും പറഞ്ഞെങ്കിലല്ലാതെ. കാരണം അള്ളാഹുലേക്ക് അടുക്കാനുള്ള വഴിയാണ് ഇബാദത്ത്. ഇബാദത്ത് അള്ളാഹുലേക്ക് അടുക്കാനുള്ള വഴിയാണ്. അപ്പൊ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന വഴി ഏത്? അത് പറയേണ്ടത് അള്ളയാണ്. അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന വഴി പഠിപ്പിക്കേണ്ടത് അള്ളാഹുവാണ്. അള്ളാഹിന്റെ വഹി പ്രകാരം അവന്റെ റസൂലാണ്. അപ്പൊ അള്ളാഹുവോ റസൂലോ ഈ വഴി അള്ളാഹുലേക്ക് അടുപ്പിക്കും എന്ന് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ തീരുമാനിക്കുക ആ വഴി അള്ളാഹുലേക്ക് അടുപ്പിക്കും. തീരുമാനിച്ചാലോ അള്ളാഹിന്റെ അധികാരത്തിൽ കൈകടത്ത. അതുകൊണ്ടാണ് പിന്നെ ബിദ്അത്ത് അത്ര ഗൗരവമായത്. ബിദ്അത്ത് ഗൗരവമായത് എന്തുകൊണ്ടാണ്? കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദ്അത്തും വഴികേടാണ്, മുഹ്ദസാണ്, അതൊക്കെ നരകത്തിലേക്കുള്ള വഴിയാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുലേക്ക് അടുക്കാൻ ഈ വഴിയും പറ്റും എന്ന് ഓൻ പറയാണ്. അത് പറയേണ്ടത് ഓനല്ല, അത് പറയേണ്ടത് പടച്ചോനാണ്. അപ്പൊ പടച്ചോന്റെ അധികാരം അവൻ സ്വയം കൈയാളുന്നു. എന്നിട്ട് ഓൻ പറയാം അള്ളാഹ് പഠിപ്പിച്ചില്ലെങ്കിൽ ശരി ഈ വഴി അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ പറ്റിയ വഴിയാണ്. അപ്പൊ ശാരിഅ് നിയമമുണ്ടാക്കുന്നവൻ എന്ന അള്ളാന്റെ സ്ഥാനം ഇവൻ ഏറ്റെടുക്കുന്നു. അതാണ് ബിദ്അത്തുണ്ടാക്കുന്നവൻ ശരീഅത്തുണ്ടാക്കുന്നവനാണെന്നാണ്. ബിദ്അത്തുണ്ടാക്കുന്ന ആൾ യഥാർത്ഥത്തിൽ ശരീഅത്തുണ്ടാക്കുകയാണ്. കാരണം അള്ളാഹ്ക്ക് മാത്രമേ മതനിയമം ഉണ്ടാക്കാൻ അധികാരമുള്ളൂ. ആ നിയമം ഇവൻ ഉണ്ടാക്കി തീർക്കുന്നു. അതുകൊണ്ട് ആ ബിദ്അത്ത് അത്ര ഗൗരവമായി മാറിയത്. അപ്പൊ നബിദിനാഘോഷം പാടില്ല എന്ന് തെളിവുണ്ടോ എന്നല്ല ചോദിക്കേണ്ടത്. നബിദിനാഘോഷം പാടുണ്ട് തെളിവുണ്ടോ? കാരണം നബിദിനാഘോഷം എന്തിനാഘോഷിക്കുന്നത്? കൂലിട്ടാൻ വേണ്ടി, അള്ളാഹുലേക്ക് അടുക്കാനുള്ള വഴിയായിട്ട് ചെയ്യുന്നത്. അത് ചെയ്യണമെങ്കിൽ തെളിവ് വേണം. ഒരു പുതിയ നിസ്കാരം ഉണ്ടാക്കി, ആ നിസ്കാരം നിസ്കരിക്കണമെങ്കിൽ തെളിവ് വേണം. അപ്പൊ ഇത് നിസ്കരിക്കാൻ തെളിവുണ്ടോ? അപ്പൊ തിരിച്ചു ചോദിക്കുക, ഇത് നിസ്കരിക്കാൻ പാടില്ല ഹദീസ് ഉണ്ടോ? ഇത് പാടില്ല ഹദീസ് ഉണ്ടെന്നാൽ 50 കോടി ഇനാം എന്നൊക്കെ പറയാം. നബിദിനാഘോഷം പാടില്ല എന്നൊരു ആയത്ത് തുടർന്നാൽ 50 കോടി ഇനാം. ആ ചോദ്യം തന്നെ യഥാർത്ഥത്തിൽ ജഹാലത്താണ്, വിഡിത്തമാണ്. ഇസ്ലാമിന്റെ അസ്ൽ അതല്ല. അള്ളാഹുലേക്ക് അടുക്കാനുള്ള വഴിയാണോ ആ വഴികൾ അള്ളാഹു തആല പഠിപ്പിക്കണം, റസൂൽ പഠിപ്പിക്കണം. അള്ളാഹു റസൂലും പഠിപ്പിച്ചിട്ടില്ലേ ആ വഴി അള്ളാഹുലേക്കുള്ള വഴിയായി നമുക്ക് മനസ്സിലാക്കാൻ മാർഗമില്ല. അവിടെ ഇബാദത്തിന് അസ്ലൊക്കെ ഹറാം. അതെല്ലാവരും വെച്ചാൽ എല്ലാ മദ്ഹബിലും എല്ലാ പണ്ഡിതന്മാരും എല്ലാവരും ഇത്തിഫാഖുള്ള ഇസ്ലാമിന്റെ അസ്ൽ നിയമത്തിൽപ്പെട്ടതാണ് ഇബാദത്തും മുആമലാത്തും ഒക്കെ. സമസ്തകൾ ചോദിക്കുന്നുണ്ട്. അത് മൂലമായി ചോദിക്കുന്ന വൃത്തിയില്ല. നാടന്മാർക്ക് അറിയാത്തോട് മൂലമായി ചോദിക്കാണ്. നാടന്മാർക്ക് മറുവശം അറിയാന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് മൂലമായ ചോദ്യം. അപ്പൊ ആ ചോദ്യം അപ്പൊ സാധാരണ അത് ശരിയാട്ടോ എന്നൊരായത്ത് ചോദിച്ചു നോക്കുക എന്ന് സാധാരണ ചിന്തിക്കും. അല്ല മൂലയ്ക്ക് അറിയാം ഈ ചോദ്യം പറ്റൂലെന്ന്, പക്ഷെ സാധാരണക്കാർക്ക് അറിയാലോ. അപ്പൊ ഓൽക്കും പറയാ ഖുർആൻ ദിവസം, നിങ്ങൾ ഖുർആൻ ദിവസം നോക്കുന്ന ആൾക്കാരല്ലേ, എന്നാ പറയും ഇത് പാടില്ല ആയത്തേതാ. അപ്പൊ അതിന് ആയത്തില്ല, അപ്പൊ മനസ്സിലായേ ആയത്തില്ല. ആൾക്കാർക്ക് പത്രല്ലേ ഉള്ളൂ. ആളുകൾക്ക് എന്ത് മുആമലാത്തിന്റെ ഇബാദത്ത്. അപ്പൊ മുആമലാത്തിന്റെ അസ്ല് ജായിസ്, ഇബാദത്തിന്റെ അസ്ല് ഹറാം. അഥവാ ഇബാദത്താണോ പഠിപ്പിക്കാത്ത ഒന്നും ചെയ്യാൻ പറ്റൂല, മുആമലാത്താണോ വിലക്കാത്ത എല്ലാം ചെയ്യാം. ഇബാദത്താണോ പഠിപ്പിക്കാത്ത ഒന്നും ചെയ്യാൻ പാടില്ല, മുആമലാത്താണോ
വിലക്കാത്ത എല്ലാം ചെയ്യാം. അത് പ്രത്യേകം പറഞ്ഞതിൻ്റെ ആവശ്യമില്ല, പാടില്ലെങ്കിൽ പറയും. അതുകൊണ്ടാണ് മദ്യം ആദ്യം അനുവദനീയമായിരുന്നു, പിന്നെ ഹറാമാക്കി. സ്വർണം പിന്നെ ഹറാമാക്കി. ഇതൊക്കെ പിന്നെ ഇറങ്ങിയ ഓരോന്ന് പിന്നെ ഇറങ്ങുന്നത്. ഹുരിമത് അലൈക്കുമുൽ മൈത്തത്തു വദ്ദമു വലഹമുൽ ഖിൻസീർ വമാ ഉഹില്ല ലിഗൈരില്ലാഹ്. ഹുരിമത് അലൈക്കും, നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. അൽ മൈത്തത്തു, ശവം. എന്തിനാ പ്രത്യേകം പറഞ്ഞത്? ശവമല്ലാത്ത ഹലാലാണ്. വദ്ദമു, രക്തം ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. അപ്പം അല്ലാത്തൊക്കെ നേരത്തെ രക്തം അടക്കം ഹലാലായിരുന്നു. ഈ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് ശവം ഹറാമല്ല, രക്തം ഹറാമല്ല. പിന്നെ അള്ളാഹ് ആയത്തിറക്കി ശവം ഹറാമാണ്, രക്തം ഹറാമാണ്. വലഹമുൽ ഖിൻസീർ, പന്നി മാംസം ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. അതിനു മുമ്പോ അത് ഹറാമില്ല. അപ്പം വിധികൾ വരുന്ന കാലാണ്, വഹി ഇറങ്ങുന്ന കാലാണ്. ആ വഹി ഇറങ്ങുമ്പോൾ ഓരോന്നിങ്ങനെ ഹറാമായി വരുമ്പോൾ അതിന് പാടില്ല, അല്ലാത്തതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ പാത്രങ്ങളെല്ലാം ഹലാൽ എന്ന് പറഞ്ഞതിൻ്റെ അസ്ലെന്താണ്? ഈ ഖാഇദയാണ്. മുആമലാത്തെല്ലാം അനുവദനീയമാണ് എന്ന തത്വപ്രകാരമാണ് ഇവിടെ കുല്ലു ഇനാഇൻ ത്വാഹിരിൻ യുബാഹു, ത്വാഹിറായ എല്ലാ പാത്രങ്ങളും അത് ഹലാലാണ്, അത് അനുവദനീയമാകുന്നു.